إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ക്രമപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ആഫിയത്തും പരിപൂർണമായ ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. റമദാനിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ വാരത്തിൽ നിന്നും ചക്കരക്കല്ലിലേക്ക് 23-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ രാവിലെ സുബഹിയുടെ നേരത്ത് യാത്ര ചെയ്യുകയായി. തൊട്ടടുത്ത ദിവസം വിദേശത്തേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി തൻ്റെ കൂട്ടുകാരനെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുക്കത്തിൽ പോകുമ്പോൾ റോഡരികിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ കണ്ടില്ല. അതിലൊരു സ്ത്രീ, രാവിലെ നടക്കാനിറങ്ങിയ ഒരു സ്ത്രീ റോഡരികിൽ ഒരു മാങ്ങ വീണു. ആ മാങ്ങയെടുക്കാൻ കുനിഞ്ഞു. ഈ ഇട്ടത്ത് അങ്ങനെ ഒരു കുനിഞ്ഞ ഒരു മനുഷ്യ സ്ത്രീയെ കാണാത്തതുകൊണ്ട് ബൈക്കുകാരൻ ആ സ്ത്രീയെ ഇടിച്ചു. സ്ത്രീ ഒരു ഭാഗത്തേക്ക് പോയി. ഈ ചെറുപ്പക്കാരൻ റോഡിൻ്റെ നടുവിലേക്ക് തെറിച്ചു വീണു. തെറിച്ചു വീണ ചെറുപ്പക്കാരൻ്റെ മുകളിലേക്ക് ആ റോഡിലൂടെ വന്ന KSRTC ബസ് കയറി തൽക്ഷണം മരിച്ചു. പൊതുവെ KSRTC പോകാത്ത ഒരു വഴിയാണ്, റൂട്ടാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ വിധി എന്നുള്ളത് മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോവുക. ഞാനിത് പറഞ്ഞത് റമദാൻ അതും നമ്മിൽ നിന്നിടെ പറയുകയാണ്. എങ്ങനെയാണ് മരണം എന്ന് അനിർവചനീയമാണ്, നിർവചിക്കാൻ കഴിയാത്തതാണ്. എപ്പോഴും മരിക്കാം. നമ്മൾ വളരെ സേഫാണ്, ഒരു പ്രശ്നവുമില്ല, അരോഗ ദൃഢഗാത്രനാണ് എന്ന് വിശ്വസിക്കുന്ന, പ്രായമെത്തിയിട്ടില്ലാത്ത, വാർദ്ധക്യമെത്തിയിട്ടില്ലാത്ത, രോഗം തീണ്ടിയിട്ടില്ലാത്ത സ്വപ്നങ്ങളുമായി നടക്കുന്ന പലരും ഇങ്ങനെ മരിച്ചു പോകുന്നു. എങ്ങനെ മരിക്കും? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില സംഗതികൾ, നിങ്ങളെവിടെയാണ് മരിക്കുക എന്ന് ആർക്കും നിർവചിക്കാൻ സാധിക്കാത്തൊരു സംഗതിയാണ്. എത്രമാത്രം ശാസ്ത്രം പുരോഗതി കണ്ടാലും, എത്രമാത്രം വികസനം വന്നാലും കണ്ടെത്താൻ പറ്റാത്ത വലിയ ഒരു പരമാർത്ഥമാണ് എവിടെയാണ് മരിക്കുക എന്ന്. ഒരിക്കലും പറയാൻ കഴിയില്ല.
എങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാചകരില്ലാതെ ഒരു ശബ്ദവുമില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരാളില്ലാതെ ആമീൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം. സഹാബികൾ ചോദിച്ചു, നബിയെ, നിങ്ങൾ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞത് കേട്ടു. എന്താണ്? ആരും പ്രാർത്ഥിക്കുന്ന ഒരാളെയും ഞങ്ങൾ കാണുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീലാണ്, മലക്കാണ്. റസൂലുള്ളാഹി പറഞ്ഞു 3 കാര്യമാണ്. അതിൽ ഒന്ന് ഫമൻ അദ്റക ഫി ശഹരി റമളാൻ ഫലം യുഗ്ഫർ ലഹു എന്നാണ്. റമളാൻ വന്നിട്ട് കാര്യങ്ങൾ ഏറ്റുപറയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ എന്നാണ്, അവർ അല്ലാഹു ക്ഷമിക്കട്ടെ എന്നാണ്, അവർ റബ്ബിൽ നിന്നും അകലെയാണ് എന്നാണ്, അവരെയാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞതിൽ ഒന്ന് എന്നാണ്. അപ്പോൾ റമളാൻ നമ്മുടെ സന്തോഷത്തിലാണ്, റയ്യാൻ കവാടം തുറന്നു കിടക്കുകയാണ്. പക്ഷേ ഞാനും നിങ്ങളും ആ റയ്യാനിലേക്ക് എത്തുമെന്നറിയില്ല. വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ രാത്രിയിലും, റമളാനിന്റെ ഓരോ രാത്രിയിലും അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇന്ന് കുറച്ച് ആൾക്കാർക്ക് തെറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിറ്റേന്ന് പ്രഖ്യാപിക്കുന്നു, ഇതാ ഇന്ന് കുറച്ച് ആൾക്കാർക്ക് തെറ്റ് കൊടുത്തു കൊടുത്തിരിക്കുന്നു. പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ്, ആളുകളെ നിർണയിച്ചുകൊണ്ടാണ്. ഓരോ രാത്രിയിലും അള്ളാഹു പറയും, ഇതാ ഇവരുടെ തെറ്റ് കൊടുത്തു കൊടുത്തിരിക്കുന്നു എന്ന്. എൻ്റെ പേരുണ്ടോ? നിങ്ങളുടെ പേരുണ്ടോ? നമ്മുടെ ഉമ്മയുടെ പേരുണ്ടോ? ഉപ്പയുടെ പേരുണ്ടോ? ജ്യേഷ്ഠന്റെ പേരുണ്ടോ? ഭാര്യയുടെ പേരുണ്ടോ? ഭർത്താവിന്റെ പേരുണ്ടോ? ആലോചിക്കേണ്ടതാണ്. ഈ പള്ളിയിലുള്ള നമ്മുടെ ചിന്ത ആ ഓരോ രാത്രിയിലും അള്ളാഹ് വിളിച്ചു പറയുമ്പോൾ ആ വിളിച്ചു പറയുന്ന ആ ദിശ സ്വീകരിച്ചവരിൽ നമ്മുടെ പേര് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഫലം യുഗ്ഫർ ലഹു, ആ പുറത്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞവരിൽ നമ്മൾ പെടൂലേ? ആലോചിക്കേണ്ടതാണ്. സക്കാത്തിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇനിയും സക്കാത്ത് കൊടുക്കാത്ത 2.5% അല്ലെങ്കിൽ അതിന്റെ കണക്കുകളോ മാത്രമേ ഉള്ളൂ. എന്നിട്ടും സക്കാത്ത് കൊടുക്കാത്തവരാണ് നമ്മളെങ്കിൽ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുതൽ, ഭക്ഷിക്കുന്ന മുതൽ, ഉപയോഗിക്കുന്ന സമ്പത്ത്, ധരിച്ച വസ്ത്രം എല്ലാം ഹറാമാകും. റബ്ബിന്റെ മുന്നിൽ ഈ 2.5% നമ്മുടേതല്ല. പാവപ്പെട്ടവന്റെ രക്തവും അവന്റെ നീരുമാണ് ആ 2.5%. അത് അവൻ്റെതാണ്, നമ്മുടേതല്ല. അത് ആരുടേതോ ആണ്, ആർക്കോ കിട്ടേണ്ടതാണ്. നമ്മൾ ആലോചിക്കേണ്ടതാണ്, സക്കാത്ത് കൊടുക്കാത്തവരാണോ പള്ളിയിരിക്കുന്നത് നമ്മളെന്ന്. അതേപോലെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് റമളാൻ. ഓരോ മിനിറ്റും പറയേണ്ടതാണ്. അവസാനത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നമ്മൾ ഒരുപാട് പറയുന്നു തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവിനെ നിനക്ക് ഇഷ്ടാണ് പുറത്തു കൊടുക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്കത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ, റബ്ബിന്റെ മുന്നിൽ ആവർത്തിക്കാൻ, അള്ളാഹുവിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവേ എന്ന് വിളിക്കാൻ. ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ഒരുപാട് സംസാരിക്കും, ഇഷ്ടപ്പെട്ടവരെ ഒരുപാട് വിളിക്കും, ഇഷ്ടപ്പെട്ടവരെ ഒരുപാട് നേരം കാണാൻ ആഗ്രഹിക്കും. എങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഒരുപാട് നേരം കണ്ടിട്ടുണ്ടോ? സുജൂദുകൾ അധികരിപ്പിച്ചോ? സുന്നത്തുകൾ അധികരിപ്പിച്ചിട്ടുണ്ടോ? ഫർളുകളിൽ വീഴ്ച വരുത്താതെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. സമയം നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്, ഇനിയും ബാക്കിയുണ്ട്. പ്രതീക്ഷകൾ. അല്ലയോ അതിര് കവിഞ്ഞവരെ, അല്ലയോ അതിര് കവിഞ്ഞവരെ, അള്ളാഹുവിന്റെ കാരുണ്യം അത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. അത് എന്നോടാണ്, നിങ്ങളോടാണ്, നമ്മളോടാണ്, നമ്മോട് ഓരോരുത്തരോടുമാണ്. റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾ നിരാശരാവാൻ പാടില്ല. സമയം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇനി എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് ദിവസം കൂടിയുണ്ട്. ജീവിക്കുകയാണെങ്കിൽ ഇനിയും വർദ്ധിപ്പിക്കാം. ഈ നിമിഷം നമ്മൾ മരിച്ചില്ലെങ്കിൽ മരിക്കും വരെ നമുക്ക് നന്നാവാം, മരിക്കും വരെ ദിക്ർ ചെയ്യാം, മരിക്കും വരെ പ്രാർത്ഥിക്കാം. സമയം വൈകിപ്പോയിട്ടില്ല. നിരാശരാവേണ്ട സമയമായിട്ടില്ല, നിരാശരാവേണ്ടതില്ല. നമ്മുടെ റബ്ബ് കാത്തിരിക്കുകയാണ്. എല്ലാ രാത്രിയിലും കാത്തിരിക്കുന്നു, എല്ലാ രാത്രിയിലും കാത്തിരിക്കുന്നു.
നമുക്ക് പുറത്തു തരാൻ, നമ്മുടെ പേര് വിളിക്കാൻ, നമ്മുടെ പേര് രേഖപ്പെടുത്താൻ, നമ്മുടെ പേര് പ്രഖ്യാപിക്കാൻ അള്ളാഹു എല്ലാ രാത്രിയിലും കാത്തിരിക്കുകയാണ്. ആ പേരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാവിലെ മുഅ്മിൻ, വൈകുന്നേരം കാഫിർ, വൈകുന്നേരം മുഅ്മിൻ, രാവിലെ കാഫിർ. ആ ഹതഭാഗ്യരിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ? ഇല്ല എന്ന് ആശ്വസിക്കാം. നമ്മളങ്ങനെ വൈകുന്നേരമാകുമ്പോൾ കാഫറായിട്ടില്ല, രാവിലെ ആകുമ്പോഴും കാഫറായിട്ടില്ല. എപ്പോഴും മുഅ്മിനാൻ വദ്ദാകിറാത്തി വദ്ദാകിരീന ദിക്ർ ചെയ്യുന്നവരാണ് നമ്മൾ എങ്കിൽ നമ്മുടെ പേര് അള്ളാഹുവിന്റെ ആ ലിസ്റ്റിൽ വരും എന്ന് ഉറപ്പിക്കാം, ആശ്വസിക്കാം. നമുക്കുള്ളത് പ്രാർത്ഥനയാണ്. റബ്ബനാ ഇന്നനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. അല്ലാഹുവേ, ഞാനിതാ വിശ്വസിച്ചു, ഞാനിതാ നിന്നെ ഉറച്ചു വിശ്വസിച്ചവനാണ്, നിന്നെ കണ്ടവനാണ്, നിന്നെ അറിഞ്ഞവനാണ്, നിന്നെ മനസ്സിലാക്കിയവനാണ്, നിന്നെ ഉൾക്കൊണ്ടവനാണ് റബ്ബേ. അതുകൊണ്ട് ഞാനിതാ നോമ്പ് നോക്കിയിട്ടുണ്ട്, ഞാനിതാ കൃത്യമായി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, തറാവീഹ്, ഖിയാമുൽ ലൈൽ, ഖിയാം റമദാൻ, ഈ പേരുകളിൽ അറിയപ്പെടുന്ന ആ റക്അത്തുകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. നീ പഠിപ്പിക്കാത്ത റക്അത്ത് ഞാൻ നിർവഹിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി സുജൂദ് ചെയ്തിട്ടുണ്ട്, നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണം അത് ഞാൻ തുടർച്ചയാക്കിയിട്ടുണ്ട്. ദിക്ർ ഞാൻ മറന്നുപോയിട്ടില്ല. അങ്ങനെ ഈ റമദാനിൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. റബ്ബേ റബ്ബേ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഇതൊക്കെ ചെയ്ത എന്നെ നീ രേഖപ്പെടുത്തണം. എങ്ങനെയാ രേഖപ്പെടുത്തേണ്ടത്? ചെയ്തവരിൽ, ഇത് ഉൾക്കൊണ്ടവരിൽ, ഇത് പ്രവർത്തിച്ചവരിൽ നീ എന്നെയും ഉൾപ്പെടുത്തണം. ആ റയ്യാൻ കവാടത്തിന്റെ അണികളിൽ, റയ്യാൻ കവാടത്തിന്റെ അവകാശികളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ അല്ലാഹുവേ, റബ്ബേ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നാണ്. തഖബ്ബൽ മിന്നാ സ്വലാത്തനാ, നമ്മുടെ നിസ്കാരം നീ സ്വീകരിക്കണേ. തഖബ്ബൽ മിന്നാ സിയാമനാ, നമ്മുടെ നോമ്പ് സ്വീകരിക്കണേ. തഖബ്ബൽ മിന്നാ സകാത്തനാ, നമ്മുടെ സക്കാത്ത് സ്വീകരിക്കണേ. തഖബ്ബൽ മിന്നാ തറാവീഹുനാ, നമ്മുടെ തറാവീഹ് സ്വീകരിക്കണേ. തഖബ്ബൽ മിന്നാ ഖിയാമുൽ ലൈൽ, ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ സ്വീകരിക്കണേ. തഖബ്ബൽ മിന്നാ ദുആഉനാ ദുആഅനാ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ. ഇങ്ങനെ ഓരോന്നും 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 എണ്ണി 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 പറയാൻ കഴിയേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും മറ്റു വല്ലപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവേ ഇന്നി അസ്അലുകൽ ആഫിയത ഫീ ബദനി, എന്റെ ശരീരത്തിന് ആരോഗ്യം തരണേയെന്ന്. എന്തിനാണ് ആരോഗ്യം? സക്കാത്ത് കൊടുക്കാൻ, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, ഖുർആൻ ഓതാൻ, പഠിക്കാൻ, ദീനിലേക്ക് എത്താൻ, പള്ളിയിലേക്ക് വരാൻ ഉള്ള ആരോഗ്യം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫീ ബദനി, എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണേയെന്ന്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചുവോ? ഒരു വിലയിരുത്തൽ നമുക്ക് അത്യാവശ്യമാണ്, ഒരു വിചിന്തനം ആവശ്യമാണ്. നമ്മുടെ ജീവിതം ചൂടും നാം ഒന്ന് പരിശോധിക്കണം, ഒന്ന് പഠിക്കണം. എന്റെ ജീവിതം പഠിക്കാൻ എനിക്ക് കഴിയൂ, നിങ്ങളുടെ ജീവിതം പഠിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. ജീവിതത്തെ കുറിച്ച് ഒരു ആലോചന നടത്തണം. എ ടു സെറ്റ്. രാവിലെ 4:30 മണിക്ക് നമ്മൾ എഴുന്നേറ്റു, ഇപ്പോൾ സമയം 1 മണിയായി. ഇത്രയും മണിക്കൂറുകൾ നാം ചെയ്തു പോയ നന്ദി എന്തൊക്കെയാണ്, നന്ദി എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ സുബഹി നിസ്കരിച്ചു, അതിന് മുന്നേ 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ എന്താണ്? അതിനുശേഷം എന്തെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് നന്ദിയാണ് ചെയ്തത്? ആകെ ഒരു 15 മിനിറ്റ് ഖുർആൻ ഓതിയതും സുബഹിക്ക് മുന്നേയുള്ള 2 റക്അത്തും സുബഹി നിസ്കരിച്ചത് മാത്രമാണ്. ഇന്ന് രാവിലെ 4:30 മുതൽ ഈ 1 മണി വരെ ചെയ്ത അമലെങ്കിൽ നാം നന്ദി ചെയ്തവരായിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിൽ ആ 4:30 മുതൽ ഈ 1 മണി വരെ അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്യുക. എന്തൊക്കെ അനുഗ്രഹങ്ങൾ? ഓക്സിജൻ അല്ലേ, നാം കൃത്യമായി ശ്വസിക്കുന്നു. എത്ര മണിക്കൂർ, എത്ര കാശ് കൊടുക്കേണ്ടതുണ്ട്? നാം ഇരിക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, ചലിക്കുന്നു, എല്ലാ ആരോഗ്യവും നമുക്കുണ്ട്, സമ്പത്തുണ്ട്. ജീവിക്കുവാൻ മുട്ടിയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ അവസ്ഥ വന്നിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ അത്ര വലിയ കഴിക്കാതിരിക്കാനുള്ള അത്ര വലിയ പ്രാരാബ്ധം വന്നിട്ടില്ല. മാത്രല്ല, ഭക്ഷണം കഴിക്കാൻ വകയുണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത രോഗം നമ്മൾ വന്നിട്ടില്ല. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കഴിക്കുകയും അത് ആവശ്യമില്ലാത്ത വേസ്റ്റുകളെ പുറത്തേക്ക് തള്ളുവാനുള്ള ആരോഗ്യവും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ ഈ 1 മണി വരെ നമ്മൾ ചെയ്ത നന്ദി എത്രയാണ്? നന്ദി എത്രയാണ്? ആലോചിക്കേണ്ടതാണ്. ഈ റമദാൻ ആയിട്ട് പോലും എത്ര ചെയ്തു? നമ്മുടെ ഖുർആൻ പാരായണം ഒരു ഹത്തം ഇതുവരെ തീർക്കാൻ പറ്റാത്തവർ,
ഒരു ഖത്തം, ഒരു ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ പറ്റാത്തവർ ആലോചിക്കണം. ഇനിയുള്ള രാത്രി ഒരേ ഇരുത്തമിരിക്കുക, പകലിരിക്കുക, പകൽ മുഴുവനായിരിക്കുക, രാത്രി മുഴുവനായിരിക്കുക അവന്റെ മുന്നിൽ ഖുർആൻ ഓതി തീർക്കാൻ. ഇനിയുള്ള ദിവസം കൊണ്ട്, ഇനിയുള്ള 3-4 ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി തീർക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. നമുക്ക് ഖുർആൻ എത്ര ഓതാൻ പറ്റി, എത്ര ആയത്ത് നമ്മൾ ഉൾക്കൊണ്ടു, ഒരുപാട് തവണ നമ്മൾ ഓതണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ എത്ര ഓതി? ഒരു ദിവസം എത്ര പേജ് ഓതാനും കഴിഞ്ഞു? 1 പേജാണോ, 2 പേജാണോ, 10 പേജാണോ? സഹോദരന്മാരെ, നന്ദി കാണിക്കണം. ആരോട്? റബ്ബിനോട്. അവൻ നമ്മൾ ആഗ്രഹിക്കാതെ വന്നു, നമ്മൾ ആഗ്രഹിക്കാതെ നമുക്കെല്ലാം തന്നു, നമുക്കെല്ലാ സൗകര്യവും തന്നു, ഒരുപാട് സൗകര്യങ്ങൾ തന്നു. ആ സൗകര്യത്തിന് എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? എന്തിനാ അള്ളാഹു നമ്മെ അയച്ചത്? അവനെ ആരാധിക്കാൻ, അവനെ മാത്രം ആരാധിക്കാൻ, അവനോട് പ്രാർത്ഥിക്കാൻ, അവന് സുജൂദ് ചെയ്യാൻ, അവന് അർപ്പണം നടത്താൻ. ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇത് പ്രഖ്യാപിക്കാൻ ഹനീഫൻ മുസ്ലിമൻ കൈകെട്ടി പറയുന്നു നമ്മൾ. പക്ഷെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതല്ല, പ്രഖ്യാപിച്ചതാണ്. നമുക്കത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് എങ്ങനെയാണ് പ്രഖ്യാപിക്കുക? അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. തഖ്വയുണ്ടാകുവാൻ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ അത് നമുക്ക് തെളിവായി മാറണം. നമ്മുടെ തഖ്വ നമുക്ക് അനുകൂലമാകണം. അല്ലേ? ഖുർആൻ തഖ്വയുണ്ടാകാനാണ്, നോമ്പ് തഖ്വയുണ്ടാകാനാണ്. ഖുർആൻ ഹുജ്ജത്തുൻ അലൈക് എന്നാൽ ഖുർആൻ നമുക്ക് തെളിവാൻ. എന്താ തെളിവ്? നമുക്ക് അനുകൂലമായി ശഫാഅത്ത് പറയാൻ. രാത്രി എഴുന്നേൽക്കണം, 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക് ഉറക്കൊഴിക്കാൻ തയ്യാറാവണം. കുറച്ച് ദിവസമേ ഉള്ളൂ ഈ നന്മ. ഈ പരിശുദ്ധമായ രാത്രി കുറച്ച് ദിവസമേ ഉള്ളൂ. എല്ലാ രാത്രിയും എപ്പോഴും കിട്ടും. റമദാനിൽ രാത്രി റമദാനിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഉറക്കൊഴിയുക, പാതിരാത്രി ഖുർആൻ ഓതുക. അസ്സിയാമു വൽ ഖുർആനു ബിശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷിയായി വരും. നമുക്ക് അനുകൂലമായി സാക്ഷിയായി വരും. എന്താ ഖുർആൻ പറയുക? നമുക്ക് അനുകൂലമായി എന്താണ് റബ്ബിനോട് വാദിക്കുക? മനഅതുഹു അന്നൗമ ബില്ലൈലി. അല്ലാഹുവേ, ഇവന്റെ രാത്രി ഉറക്കിവൻ ഒഴിവാക്കിയിരുന്നു. എന്തിനാ ഉറക്കൊഴിവാക്കിയത്? മനഅതുഹു അന്നൗമ ബില്ലൈലി. ഞാനായിരുന്നു ഇവന്റെ ഉറക്കിനെ തടഞ്ഞത് എന്ന് ഖുർആൻ നമുക്ക് അനുകൂലമായി പറയും. പാതിരാത്രിയിൽ 1 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് ഖുർആൻ ഓതിയവരെ കുറിച്ചാണ് ഖുർആൻ പറയുക. പാതിരാത്രിയിൽ 3 മണിക്ക് എഴുന്നേറ്റ് ഖുർആൻ ഓതിയവരെ കുറിച്ചാണ് ഖുർആൻ അനുകൂലമായി പറയുക. അള്ളാഹു നമ്മെ കൂടുതൽ കൊടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. പാതിരാത്രിയിൽ എഴുന്നേൽക്കണം. പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് പറയാൻ തയ്യാറാവണം. ഈ രൂപത്തിൽ സ്വർഗത്തിന് അവകാശിയായി മാറാൻ കഴിയണം. ശഫാഅത്ത് ഖുർആൻ നമുക്ക് അനുകൂലമായി ഖുർആൻ ശഫാഅത്ത് പറയണം. സ്വർഗം എനിക്ക് കിട്ടോ? ഞാൻ സ്വർഗത്തിന് അവകാശിയാണോ? എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ കാരണവർ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്, എന്റെ ക്ലോസ് ഫ്രണ്ട്, ഡിയർ ഫ്രണ്ട്, അവരൊക്കെ സ്വർഗത്തിന്റെ അവകാശിയായി മാറുമോ? ഞാൻ കാരണം ഒരാൾക്കെങ്കിലും സ്വർഗത്തിന്റെ വഴി കിട്ടുമോ? ഞാൻ കാരണം ഒരാൾക്കെങ്കിലും സ്വർഗത്തിന് മണം കിട്ടുമോ? ഞാൻ കാരണം ഒരാൾക്കെങ്കിലും സ്വർഗത്തിന് വഴി കിട്ടുമോ? ആലോചിക്കേണ്ടതാണ്. എന്റെ പ്രവർത്തനം കൊണ്ട് ആർക്കാണ് നോമ്പ് തുറക്കാൻ ഒന്നെങ്കിലും ഒരു കാരക്കെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും, പാവപ്പെട്ട ഒരാൾക്കെങ്കിലും എന്തെങ്കിലും എന്റെ കാശ് കൊണ്ട് കിട്ടി എന്ന് സമാധാനിക്കാൻ നമുക്കാകുമോ? റമദാൻ കിറ്റുകൾ ഒരുപാട് സ്ഥലങ്ങളിലെത്തി. പക്ഷെ അതിൽ എന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ? എന്റെ സാമ്പത്തിക പ്രവർത്തനം, എന്റെ ശാരീരിക പ്രവർത്തനം, എന്റെ മാനസിക പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും സമയമുണ്ട്, ഇനിയും നേരമുണ്ട്. പെരുന്നാൾ പുടവ ധരിക്കാൻ പറ്റാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടത് നമ്മളാണ്. ഒരാളും കഷ്ടപ്പെടുന്നവരുണ്ടാകാൻ പാടില്ല. ഈ പരലോകത്തേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ റയ്യാൻ കവാടം തുറക്കുമ്പോൾ ഞാൻ അത് കിട്ടാത്ത ഹതഭാഗ്യനായി മാറാൻ പാടില്ല. നോമ്പ് നോറ്റവരാണ് നമ്മൾ. വിശക്കുന്നു, നമുക്ക് ദാഹമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്. എന്നിട്ടും അത് ഓതിപ്പോകേണ്ടവരല്ല നമ്മൾ, ഓതിപ്പായിക്കേണ്ടവരല്ല നമ്മൾ. അധ്വാനിച്ചവർ, നോമ്പ് നോറ്റവർ, നിസ്കരിച്ചവർ, ഹജ്ജ് ചെയ്തവർ, സക്കാത്ത് കൊടുത്തവർ, എല്ലാ അമലും ചെയ്തവർ, ആമിലത്ത് ഒരുപാട് അധ്വാനിച്ചവർ. എങ്ങനെയാ അധ്വാനിച്ചത്?
നാസിബ, നമ്മളെ പോലെ കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്, മുതുക് പൊട്ടുമാർ അധ്വാനിച്ചവർ. എന്നിട്ടോ അങ്ങനെ ഇതാണ് ദീനാണ്, ഇസ്ലാമാണ്, പുണ്യമാണ് എന്ന് വിചാരിച്ചു. എനിക്ക് നോമ്പുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ആസ്വദിച്ചു. പക്ഷെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് എത്തുന്ന ഹതഭാഗ്യരെ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ അതിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നോമ്പ് സ്വീകരിക്കണം. ഈ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് നാം അറിയണം, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം നമ്മൾ അറിയണം, ദരിദ്രന്റെ ദാരിദ്ര്യം നമ്മൾ അറിയണം. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാൾ പോലും ഞാൻ സക്കാത്ത് കൊടുക്കാത്ത കാരണത്താൽ, ഞാൻ സദഖ കൊടുക്കാത്ത കാരണത്താൽ ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധവും ബുദ്ധി ഉണ്ടാവണം. അവനാണ് മുസ്ലിം. കേട്ടു മറന്നിട്ടില്ല നമ്മൾ ദീനിനെ കളവാക്കിയവർ എന്നല്ല വിളിച്ചത്. അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാത്തവനെയല്ല, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനെയാണ്. ഭക്ഷണം കൊടുക്കാത്തവൻ ദീനിനെ കളവാക്കിയവൻ എന്നല്ല അല്ല പറഞ്ഞത്. കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് പ്രേരണയെങ്കിലും കാണിക്കണം എന്നാണ് ഖുർആൻ അവിടെ ഉദ്ദേശിച്ചത്. അത്രമാത്രം ഗൗരവമാണ്. അപ്പൊ കൊടുക്കാത്തവനുള്ള ഗൗരവം എത്രമാത്രം വലുതായിരിക്കും എന്ന് ഓർക്കേണ്ടതാണ്. ആ രൂപത്തിൽ പാവപ്പെട്ട ഒരാളും ഈ പെരുന്നാൾ ദിനത്തിൽ ആരും ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശശുദ്ധി നിർബന്ധപ്പെട്ട് നമുക്കുണ്ടാകണം. ഫിത്ർ സക്കാത്ത് അതിന് മറ്റൊരു ഭാഗമാണ്. ഫിത്ർ സക്കാത്ത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത്, എന്നെ കുറിച്ച് നാം ഓർക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, എന്നെ ശുദ്ധീകരിക്കാനാണ് നോമ്പ്, എന്റെ ജീവിതം ശുദ്ധീകരിക്കാനാണ് നോമ്പ്. ആ നോമ്പിനെ ശുദ്ധീകരിക്കാനാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം കമ്മിറ്റിയെ ഏൽപ്പിക്കണം. പലരുടെയും ശീലം, പണ്ടേ പറഞ്ഞു കേട്ട ശീലം, ചെയ്തു പോകുന്ന ശീലം ഒറ്റയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല നാം ചെയ്യേണ്ടത്. അത് ഉത്തരവാദപ്പെട്ട ഒരു ടീമിനെ ഏൽപ്പിക്കണം, ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കണം. കമ്മിറ്റികൾ കൊടുക്കട്ടെ. നമ്മൾ കൊടുത്താൽ അവർക്കാകെ കിട്ടുന്ന ചില്ലറ തുട്ടുകൾ മാത്രമാണ്. ഉത്തരവാദപ്പെട്ട കമ്മിറ്റിയാകുമ്പോൾ വലിയൊരു സംഖ്യ, വലിയൊരു തുക, വലിയൊരു വിഭവമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. പാവപ്പെട്ടവരുടെ ലിസ്റ്റും നാം കമ്മിറ്റിയെ ഏൽപ്പിക്കുക. നാം ഏൽപ്പിക്കേണ്ട തുകയും കമ്മിറ്റിയെ ഏൽപ്പിക്കുക. കമ്മിറ്റി ചെയ്യട്ടെ. അപ്പൊ ചിലരുടെ സംശയം, അങ്ങനെ ഞാൻ കൊടുത്തു, അവർ കൃത്യമായി വിതരണം ചെയ്തിട്ടില്ലെങ്കിലോ എന്നാണ്. നമ്മുടെ ബാധ്യത കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ. റബ്ബിന്റെ മുന്നിൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്ത് അപാകത വന്നാലും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവർ ഉത്തരവാദപ്പെട്ടവരാണ്. നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയായി എന്ന് കൊടുക്കുന്നവർ മനസ്സിലാക്കുക. തനിച്ചു കൊടുക്കാൻ ഏതാണ്ട് നാം മെനക്കെടേണ്ട ആവശ്യമില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊക്കെ ചെയ്യുമ്പോഴും നാം ഓർക്കേണ്ടത്, ഇതൊക്കെ റബ്ബിന്റെ മുന്നിൽ സ്വീകരിക്കുമോ എന്ന വേർപാട് എന്നൊരു ബേജാറ് നമുക്കുണ്ടാവണം. സഹാബികൾ പലപ്പോഴും കരഞ്ഞിരുന്നു. റമദാനിന്റെ അവസാനങ്ങളാകുമ്പോ അവർക്ക് ബേജാറായിരുന്നു. എന്താ ബേജാറ്? ഇത്രയും ദിവസം കഴിഞ്ഞു പോയി എന്നുള്ള ബേജാറാണ്. ഇത്രയും ദിവസം കഴിഞ്ഞു പോയി എന്നുള്ള ബേജാറാണ്. അതോടൊപ്പം ഇതൊക്കെ സ്വീകരിച്ചുവോ എന്ന ബേജാറാണ്. സ്വീകരിച്ചുവോ? ആ ബേജാറ് നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവോട് വർത്തമാനം പറയാൻ തയ്യാറാവണം, സ്വകാര്യം പറയാൻ തയ്യാറാവണം. ഇനിയും അതിൽ സമയം കണ്ടെത്തണം. എങ്ങനെയാണ് നാം സ്വകാര്യം പറയേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. അവനോട് സംസാരിക്കുന്നവരാണ്, അവനോട് സ്വകാര്യം പറയുന്നവനാണ്, അവനോട് വർത്തമാനം പറയുന്നവനാണ്. അവന്റെ മുഖം നാം കൃത്യമായി സുജൂദിലൂടെ കാണുന്നില്ലെങ്കിലും കണ്ടതുപോലെ അനുഭവിച്ചവരാണ്. ഇനിയും തുടരണം. ഇനിയുള്ള ദിനങ്ങൾ റവാത്തിബുകൾ നിസ്കരിക്കുമ്പോൾ, രാത്രികൾ നിസ്കരിക്കുമ്പോൾ, തഹിയ്യത്തുകൾ നിസ്കരിക്കുമ്പോൾ ഒക്കെ അവന്റെ മുന്നിൽ കൃത്യമായി സംസാരിക്കാൻ തയ്യാറാവണം. റബ്ബിനോട് വർത്തമാനം പറയാൻ തയ്യാറാവണം. മനസ്സറിഞ്ഞുകൊണ്ട് അവനോട് പറയുക, അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണേ. അല്ലാഹുവിന്റെ ഖൽബിന് വെളിച്ചം തരണേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയ പ്രാർത്ഥനകൾ സുജൂദുകളിൽ നടത്തുവാൻ തയ്യാറാവുക. വെളിച്ചം കിട്ടാൻ ഖൽബിന് വെളിച്ചം വേണം, കേൾവിക്ക് വെളിച്ചം വേണം, കാതിന് വെളിച്ചം വേണം, ശരീരത്തിന് വെളിച്ചം വേണം. എന്റെ മുൻഭാഗം വെളിച്ചം വേണം, എന്റെ പിൻഭാഗം വെളിച്ചം വേണം, എന്റെ ഇടത് ഭാഗം വെളിച്ചം വേണം, എന്റെ വലത് ഭാഗം വെളിച്ചം വേണം. റബ്ബേ, എല്ലാ വെളിച്ചവും അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു നീയാണ് നൂർ
നിന്റെ നൂറ് എനിക്ക് കിട്ടണം, എന്റെ ജീവിതത്തിൽ കിട്ടണം, എന്റെ കുടുംബത്തിൽ കിട്ടണം, എന്റെ നാട്ടിൽ കിട്ടണം, എന്റെ വീട്ടിൽ കിട്ടണം, എന്റെ ഖുർആൻ പാരായണത്തിൽ കിട്ടണം. എനിക്ക് മുഴുവൻ നിന്റെ വെളിച്ചം എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നിന്റെ കാവൽ എനിക്കുണ്ടാവണം, നിന്റെ സംരക്ഷണം എനിക്കുണ്ടാവണം. ഈ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയമായ ഈ റമദാനിലാണ്. റമദാനിൽ നോമ്പുകാരന്റെ പ്രാർത്ഥനക്കും റബ്ബിനുമിടയിൽ ഒരു മറയുമില്ല എന്നാൽ ഈ ഒരു കരാർ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. വലൈസ ലഹാ ഹിജാബ്, വലൈസ ലഹാ ഹിജാബ് എന്നാൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ. അള്ളാഹുവിന്റെയും ഒരു മനുഷ്യന്റെയും ഇടയിൽ ഒരു മറയുമില്ല. മറയില്ലാതെ നേർക്ക് നേരെ ഉത്തരം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നോമ്പുകാരൻ എന്നുള്ളത്. നോമ്പുകാരന്റെയും റബ്ബിന്റെയും ഇടയിൽ ഒരു മറയുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കാതിരിക്കൽ അള്ളാഹുവിന് ലജ്ജയുള്ള കാര്യമാണ്. സഹോദരിമാരെ, എന്റെ വിളിക്കുത്തരം തരാതിരിക്കൽ അള്ളാഹുവിന് ലജ്ജയാണ്. നിങ്ങളുടെ വിളിക്കുത്തരം തരാതിരിക്കൽ അള്ളാഹുവിന് ലജ്ജയാണ്. എന്താ കാരണം? നിങ്ങളും ഞാൻ നോമ്പുകാരാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാതിരിക്കൽ റബ്ബിന് പ്രയാസമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ പറയാറുണ്ടോ എല്ലാം അവനോട് പറയുക, എല്ലാ കാര്യവും പറയുക. പരലോകവും മറക്കാൻ പാടില്ല, ദുന്യാവിന്റെ കാര്യവും മറക്കാൻ പാടില്ല, ആരോഗ്യത്തിന്റെ വിഷയം മറക്കാൻ പാടില്ല. എല്ലാം അവന്റെ മുന്നിൽ ഏറ്റു പറയാൻ തയ്യാറാവുക. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നാൽ ആ രൂപത്തിൽ അള്ളാഹു അടുത്തവനാണ്. കണ്ടനാടിയേക്കാൾ അടുത്തവൻ, ഏറ്റവും അടുത്തവൻ. അവന്റെ വിളിക്കുത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.